നോമിനേറ്റഡ് അംഗത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് സംസ്ഥാനത്തെ ജനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. സഭയിലെ ആദ്യ ദിനം മികച്ചതായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. പാർലമെന്റേറിയനാകാൻ സാധിച്ചതിൽ അഭിമാനം കൊള്ളുന്നു. സഭയിലെ ആദ്യ ദിനം മികച്ചതായിരുന്നു. പാർലമെന്റ് നടപടിക്രമങ്ങൾ പഠിച്ചു വരുന്നതായും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഒരുപാട് പഠിക്കാനുണ്ട്. അതിനകത്ത് നമ്മൾ എവിടെ സംസാരിക്കണം, ആരെ അഡ്രസ് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസം കൊണ്ട് അതിന്റെ ഒരു മിനിമം ലെവൽ സ്വായത്തമാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ഞാൻ എന്റെ ആഗ്രഹം പ്രകടിപ്പിക്കും. സബ്മിഷൻ ചൊവ്വാഴ്ച ഇല്ലെങ്കിൽ ബുധനാഴ്ച ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രസംഗം ആദ്യ ദിനത്തിൽ കേൾക്കാൻ സാധിക്കാത്തതിലുള്ള ദുഃഖം മറച്ചു പിടിക്കുന്നില്ല. ഡോക്ടർ സുബ്രഹ്മണ്യം സ്വാമിയുടെ ഒരു സ്പെല്ല് കാണാം എന്നാഗ്രഹിച്ചാണ് പോയത്. അത് നടന്നില്ല. പക്ഷെ ഇനിയുണ്ടല്ലോ ദിവസങ്ങൾ, അത് കാണണം. നോമിനേറ്റഡ് എംപിക്ക് പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾക്കായി പ്രവർത്തിക്കും. അവരുടെ പ്രതീക്ഷ ഒരുപക്ഷെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവുമായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ പുറത്ത് കിട്ടാവുന്ന ഒരു എക്സ്ട്രാ ബോണായിരിക്കും. അത് ഞാൻ മാക്സിമം ഉപയോഗിച്ചിരിക്കും. എംപിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ നിരവധി പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ക്യാമറമാൻ ധനീഷ് പേരാമംഗലത്തിനൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം, ഡൽഹി.